ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ റിയോയുടെ ഫസ്റ്റ് കുത്തിവയ്പ്പിന് അവനെയും കൂടെ ഹോസ്പിറ്റലിൽ പോവാം. അപ്പം നമ്മളിങ്ങനെ ഈ അണ്ണൻ്റെ ഓട്ടോയിൽ നമ്മളൊരു 40 രൂപ കൊടുത്ത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം എന്ത് ചെയ്യും, ഞങ്ങളുടെ റിയോ ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. റിയോ നമ്മളൊരു ബാസ്ക്കറ്റിലാക്കി കൊണ്ടോ. റിയോ ഹായ് പറ, ഹായ് പറഞ്ഞേ. എന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് റിയോയുടെ ആശുപത്രി. ആ സിഗ്നലിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ റിയോയ്ക്ക് ഞങ്ങളെ കൈ കിട്ടിയപ്പോഴാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് വുമൺ പോലീസ് സ്റ്റേഷൻ. നമുക്ക് പെൺപിള്ളേർക്ക് വേണ്ടിയുള്ള പോലീസ് സ്റ്റേഷനാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയി ഇതാണ് റിയോയുടെ ആശുപത്രി. അവിടെയാണ് റിയോ കുത്തിവയ്ക്കുക. അപ്പം നീനാശം റിയോനെയും കൊണ്ട് ആശുപത്രിയിലോട്ട് പോകുകയാണ്. റിയോയ്ക്ക് കാര്യം മനസ്സിലായി. ആദ്യം ഞങ്ങൾ ഇന്നാളൊന്നും ഇവനെ കൊണ്ടുവന്നായിരുന്നു. ഇവൻ്റെ പൂട പൊഴിയുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഇന്നാളൊന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പം പുള്ളിക്ക് കാര്യം മനസ്സിലായിരുന്നു. പക്ഷേ ഇപ്പം റിയോയ്ക്ക് കാര്യം മനസ്സിലായി. റിയോ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പം നീനാശിൻ്റെതായിരിക്കും ക്യാമറ. ഞാനാണ് റിയോനെ കുത്തിവെപ്പിക്കാൻ കൊണ്ടുവന്ന ആൾ. റിയോ ഇങ്ങനെ പേടിച്ച് വരണ്ടിരിക്കുവാണ്. അപ്പം നമ്മൾ റിയോനെ ഇവിടെ കിടത്തി. ഇതാണ് നമ്മുടെ ഡോക്ടർ. പുള്ളിയുടെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ പുള്ളി ഭയങ്കര പാവം ഡോക്ടർ. റിയോ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ ഞങ്ങളുടെ റിയോൻ്റെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിയോ കിട്ടപ്പിയായി. ഞങ്ങളുടെ റിയോ ആണെങ്കിൽ അങ്ങനെ നടക്കുക അവിടുത്തെ ഓഫീസിലെല്ലാം കയറി. ഇനിയിപ്പോൾ റിയോനെ കുറച്ച് നേരം വിടാം. പോയതാണ് ഡോക്ടർ. പുള്ളി ഭയങ്കര പാവമാണ്. നമ്മുടെ റിയോ ഇഞ്ചക്ഷനൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ നടക്കുക. കാടും വീടും താണ്ടി പോകുന്ന റിയോ. ഞാൻ റിയോനെ നീനാശന്തി പിടിച്ചുകൊണ്ട് ഇനി വന്ന് ഞങ്ങളുടെ ബാസ്ക്കറ്റിലാക്കി പെണ്ണിയും കൊണ്ട് വീട്ടിൽ പോകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയിലാണ്. റിയോ പിന്നെ ഓടിപ്പോവുക. റിയോയ്ക്ക് ഇനി ഇഞ്ചക്ഷൻ വേണമെന്നാണ് അവൻ പറയുന്നത്. അതിൻ്റെ പിന്നെയും കൊണ്ടുവന്ന് ബാസ്ക്കറ്റിലാക്കി നമ്മൾ പോകാൻ പോകുകയാണ്.